സദാ സന്തുഷ്ടമനസഃ സർവാഃ ശിവമയാദിശഃ ശർക്കരാകണ്ഡകാദിഭ്യോ യഥോപാനത്പദഃ ശിവം. എത്ര ലളിതമായ ഒരു ശ്ലോകം അത്! എന്നാൽ അത് നൽകുന്ന സന്ദേശമോ വിലമതിക്കാൻ പറ്റാത്തതാണ്. അത്ര വിശേഷപ്പെട്ടതാണ്. എപ്പോഴും സദാ സന്തുഷ്ടമനസഃ, സന്തുഷ്ടമനസ്സായിരിക്കുന്നവൻ, സന്തുഷ്ടമനസ്കൻ, ആ ആൾക്ക് സർവാഃ ശിവമയാ ദിശഃ, സർവദിക്കുകളും മംഗളം നിറഞ്ഞതായിരിക്കും അത്രേ. ഈ ലോകത്തിൽ എല്ലാവരും പറയും പല വിധത്തിലുള്ള ദുഃഖങ്ങളും വിഷമങ്ങളും പല തരത്തിലുള്ള ക്രൂരതകളും സാഹസങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ പേപ്പറിൽ അതൊക്കെ കാണാം. അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് പ്രതിവിധി? ഇതൊക്കെ നമ്മളെ കൊണ്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മുൻപിൽ വന്ന് വീഴുകയും ചെയ്യും, പത്രത്തിലുണ്ടാവും പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയുള്ള ലോകത്തിൽ ഇതിലൊന്നും ബാധിക്കാതെ ജീവിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷം, സന്തോഷം, സന്തുഷ്ടി, സന്തുഷ്ടി, സന്തുഷ്ടി എന്ന് പറയുന്നത് ആശാസ്യമായ ഒരു അനുഭവമാണത്. അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സംബന്ധിച്ചും ഒരു ഇമോഷൻ, വൈകാരികമായിരിക്കുന്ന ഒരനുഭവം. ഇത് മനസ്സിന് മാത്രമേ രചിക്കാൻ പറ്റുള്ളൂ. ലോകത്തിലുള്ള ഒരു വസ്തുവിനും രചിക്കാൻ പറ്റില്ല. സർവവസ്തുക്കളും പാഞ്ചഭൗതികങ്ങളാണ്, ജഡങ്ങളാണ്. ജഡവസ്തുക്കൾക്ക് എങ്ങനെയാ എന്തെങ്കിലും അനുഭവമോ അറിവോ രചിക്കാൻ പറ്റില്ല. അപ്പോൾ സന്തുഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ രചിക്കുന്നതാണ്, മനസ്സ് രചിക്കുന്നതാണ്. അപ്പം മനസ്സിനെ സന്തുഷ്ടമാക്കി തീർക്കാൻ പരിശ്രമിച്ചാൽ മനസ്സ് സന്തുഷ്ടമാവും. അങ്ങനെ നിങ്ങളൊരു സന്തുഷ്ട മനസ്സിൻ്റെ ഉടമസ്ഥനാണെന്ന് വെച്ചോളൂ. ആ മനസ്സ് ഈ ലോകത്തെ മുഴുവനും ശിവമയമാക്കി തീർക്കുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് ധരിച്ച് പുറത്ത് നോക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അനുഭവം? നീല നിറത്തിലുള്ള ഗ്ലാസ് ധരിച്ച് നോക്കിയാൽ സർവ്വതും നീലയാണ്. റോസ് കളറുള്ളത് വെച്ച് നോക്കിയാലോ സർവ്വതും റോസാ. അതേപോലെ സന്തുഷ്ടമായ ഒരു മനസ്സും പിടിച്ച് നടക്കുകയാണെങ്കിൽ കാണുന്നത് മുഴുവൻ സന്തോഷമയമായിരിക്കും. സർവാഃ ശിവമയാദിശഃ ശർക്കരാകണ്ഡകാദിഭ്യോ യഥോപാനത്പദശിവം. ചെരുപ്പിട്ട് നടക്കുന്നവന് കല്ലോ മുള്ളോ ഒന്നും തട്ടില്ലല്ലോ. അതിൽ നിന്ന് ഒരു വിധത്തിലുള്ള പീഡനവും ഉണ്ടാവില്ല. വഴിയിലുള്ള കല്ല് മുഴുവൻ പറക്കി, മുള്ളു മുഴുവനും പറക്കി മാറ്റി നമുക്ക് നടക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ അത് നമ്മുടെ കാലിൽ കൊള്ളുവരുത്. അതിനുള്ള വഴി എന്താ? തക്ക ഒരു ജോഡി ചെരുപ്പ് ധരിച്ച് നടന്നോളൂ. അപ്പോൾ പോയേടത്ത് മുഴുവനും. ശ്രീരാമനോട് വസിഷ്ഠൻ പറയാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ, പൂർണ്ണേ മനസി സമ്പൂർണം ജഗത്സർവം സുധാദ്രവൈഃ ഉപാനദ്ഗൂഢപാദസ്യ നനു ചർമാസ്തൃതൈവ ഭൂഃ. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത്സർവം സുധാദ്രവൈഃ. മനസ്സ് പൂർണ്ണമായാൽ ജഗത്ത് മുഴുവനും പൂർണ്ണമാണ്. എങ്ങനെ പൂർണ്ണം? സുധാദ്രവൈഃ. ജഗത്ത് മുഴുവൻ ഇങ്ങനെ അമൃത ഒഴുകിയിരിക്കുന്നത് പോലെ തോന്നും, പരന്നിരിക്കുന്ന പോലെ മനസ്സ് പൂർണ്ണമായാൽ. പരവധാനിയിൽ നടക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. പോകുന്നിടത്ത് മുഴുവൻ പരവധാനി ഇരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്തു വേണം? നല്ല ഒരു ജോഡി ചെരുപ്പ് ധരിച്ച് അങ്ങോട്ട് നടന്നാൽ പോകുന്നിടത്തൊക്കെ ആ ചെരുപ്പിൻ്റെ തോലെന്തോ അതായിരിക്കും അവിടെയും. ഈ ഒരു സത്യം മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ സമ്പുഷ്ടമാക്കാനും സന്തുഷ്ടമാക്കാനും എന്താ കൂട്ടരെ നിങ്ങൾക്ക് വിഷമം? ഒന്ന് പറയും എന്നോട്. സന്തോഷം എന്ന് പറയുന്നത് മനസ്സ് മാത്രം രചിക്കുന്നതാണ്. മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ആ മനസ്സിനോട് പറയൂ സന്തുഷ്ടമായിരിക്കൂ, സന്തുഷ്ടമായിരിക്കൂ. കുറേ കഴിഞ്ഞാൽ മനസ്സ് സന്തുഷ്ടമാവും. അപ്പോൾ ഈ കല്ലും മുള്ളൊന്നും തട്ടാതെ ഇരിക്കാൻ ചെരുപ്പ് ധരിച്ച് പോകുന്നത് പോലെ സദാ സന്തുഷ്ട മനസ്സഃ സർവാഃ ശിവമയാദിശഃ.